ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾക്ക് എൻ്റെ ക്രിസ്തുവിൻ്റെ ശാന്തിയും സമാധാനവും ഞാൻ നേരുന്നു. അല്ല, അങ്ങിവിടെ രാജകൊട്ടാരം പണിയാമെന്ന് തച്ചനല്ലേ? അതെ, തീർച്ചയായും. എന്നേക്കാൾ പ്രഗത്ഭനായ ഒരു തച്ചനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. കൃത്യമായി കൊട്ടാരം പണിയുന്നതിൻ്റെ രീതികളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പണി ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഈ മനുഷ്യൻ ആരുടെ കാര്യം ഈ പറയുന്നത്? വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് തന്നെ. പ്രവാചക വചനമനുസരിച്ച് തന്നെയാ അവൻ ബത്ലഹേമിൽ ജനിച്ചത്. സകല ജനതകൾക്കും രക്ഷയേക്കാൻ 30-ാമത്തെ വയസ്സിൽ ലോകത്തിലേക്ക് ഇറങ്ങി. അവൻ ഞങ്ങളെ വിളിച്ചു. മനസ്സിലായില്ലേ? നമ്മൾ കാത്തിരിക്കുന്ന രക്ഷകനെ കുറിച്ചാണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞു വരുന്നത്. ആ ശരിയാ, രക്ഷകൻ ബത്ലഹേമിൽ ജനിക്കുമെന്നാണല്ലോ പ്രവചനം. അല്ല, ക്രിസ്തുവിന്റെ കാര്യമാണോ അങ്ങീ പറഞ്ഞു വരുന്നത്? അതെ, അവൻ ചെയ്ത അത്ഭുതങ്ങൾ എന്നെ ആദ്യമൊക്കെ ഒത്തിരിയേറെ ഭയപ്പെടുത്തി. മുടന്തൻ നടന്നു, അന്ധൻ കാണാൻ തുടങ്ങി, കുഷ്ഠരോഗി സുഖം പ്രാപിച്ചു. എത്രയോ തവണ അവൻ അപ്പം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു കവിയുകയായിരുന്നു. കേട്ടിട്ട് ഇവൻ ചില്ലറക്കാരനല്ല. ക്രിസ്തുവിന്റെ കൂടെ നടന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെയാ പറയുന്നതെന്ന് തോന്നുന്നു. ഇദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു സന്തോഷം തോന്നുന്നില്ലേ? ഞാൻ കണ്ട, ഞാൻ കേട്ട, ഞാൻ അറിഞ്ഞ എൻ്റെ ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ വന്നത്. അല്ല, അങ്ങനെ ഞങ്ങൾ എന്താണാവോ വിളിക്കേണ്ടത്? ഞാൻ തോമസ്, ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ എളിയവനായ ഒരു തോമസ്. അല്ല, എന്നിട്ട് ക്രിസ്തു എവിടെ? വരുമോ നമ്മുടെ ഈ കൊട്ടാരം പണിയാൻ? ഞങ്ങൾക്കും കാണാൻ പറ്റുമോ? എൻ്റെ ക്രിസ്തു നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്നെ കാണുമ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് മനസ്സിലാകും. സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകാൻ എൻ്റെ യേശു നിങ്ങളെയും ക്ഷണിക്കുന്നു. പാലയൂർ ഗ്രാമം, അങ്ങനെയല്ലേ ഈ സ്ഥലത്തിന്റെ പേര്? അതെ. ഇല്ലക്കാരുടെ വകയല്ലേ ആ ക്ഷേത്രം? അതെ. നാം ഈ ക്ഷേത്രകുളത്തിൽ ഒരു തർപ്പണം നടത്താൻ പോകുന്നു. അതെ. അവിടെ നവീകരണം ഒന്നും ചെയ്യരുത്. ക്ഷേത്രം സവർണ ഹിന്ദുക്കളായ ബ്രാഹ്മണരുടേതാണ്. അവർ അങ്ങനെ വെറുതെ വിടില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നാം ദൈവപുത്രനായ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനാണ്. ദാ കണ്ടോ, എന്നെയല്ല, പിതാവിനോട് പ്രാർത്ഥിക്കണം. പാലയൂരിലെ ക്ഷേത്രകുളത്തിൽ തോമസ് ലേഖ നടത്തിയ അത്ഭുത തർപ്പണങ്ങളുടെ നമ്പൂതിരിമാർ കള്ളിയില്ലം, കാളികാവില്ലം, ശങ്കരപതിയില്ലം, പകലോമറ്റമില്ലം എന്നീ പ്രസിദ്ധ ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ, ക്ഷേത്രത്തിലെ കാര്യം വിചാരിക്കുക പൂജാരിമാർ, അവരെല്ലാവരും അത്ഭുതത്തോടെ ആരാധനയോടെ തോമസ് ലേഖയെ വരവേൽക്കാൻ കാത്തുനിന്നു. ദൈവം എന്ന വെളിച്ചത്തിലേക്ക്, അനന്തമായ അറിവിലേക്ക്, ആ അനശ്വര സ്നേഹത്തിലേക്ക് വന്നെത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആഗ്രഹമുണ്ട്. ഞങ്ങൾ യേശുവിന്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കണം. അതിനുള്ള മാർഗം ഉണ്ടാക്കി തരണമെന്ന് നിങ്ങൾ അപേക്ഷിക്കാൻ. യേശു മാനവരാശിക്ക് വേണ്ടി നൽകിയ രക്ഷാചിഹ്നമാണ് കുരിശ്.